ഒരു പെണ്ണ് ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അവളെ നശിപ്പിക്കാൻ നോക്കുന്നോടാ നിന്നെ ഞാൻ. അയ്യോ, ഇവൻ എന്താ ഈ പറയുന്നേ? ഇതെന്തു മര്യാദ? ചേച്ചിമാരും ചേട്ടന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ അനാവശ്യം ചെയ്യാൻ നോക്കിയപ്പോ ഞാനത് തടഞ്ഞു. അതിനവൻ മറിച്ചും തിരിച്ചു പറഞ്ഞ് ഒരു പോലീസുകാരൻ അവൻ മോശക്കാരനാക്കാൻ നോക്കുക. എന്താ ഞാൻ നശിപ്പിക്കാൻ നോക്കിയെന്നോ? സംശയമുണ്ട് നിനക്ക് ആ പെണ്ണിനോട് തന്നെ ചോദിച്ചു നോക്കാം. രാധ എന്താ നോക്കി നിൽക്കുന്നത്? നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാധ നീ ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. നീയുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞവൻ ആരാണെന്ന് കാണിച്ചു കൊടുക്ക. കൃത്യസമയത്ത് ഇയാൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കെന്റെ മാനം നഷ്ടപ്പെട്ടേനെ. രാധ നീ എന്ത് ഭ്രാന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭ്രാന്ത് എനിക്കല്ല, നിനക്കാ ഭ്രാന്ത്. മതഭ്രാന്ത്. ശിഷ്യയാണെന്ന് പോലും നോക്കാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കില്ലേ? ഒരു പ്രായമായ പെണ്ണിനെ നീ തല്ലിയത് തെറ്റ്. അളിയൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇപ്പൊ നടക്കുന്ന നാട്ടുകൂട്ടത്തിൽ നമ്മുടെ പയ്യൻ പങ്കെടുക്കുന്നത് എനിക്കൊരു താല്പര്യമില്ല. ഈ നാടിനൊരു രീതിയുണ്ട്, എല്ലാവരും അത് അനുസരിക്കണം. അച്ഛാ ദയവേദി ഈ കാര്യത്തിൽ ആരും തലയിടാൻ നിൽക്കണ്ട. അവള് സ്ത്രീയൊന്നുമല്ല, രാക്ഷസിയെ. അതുകൊണ്ട് അടിച്ചത്. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്ന് ഞാൻ മാപ്പ് ചോദിക്കേണ്ട ഒരാവശ്യമില്ലെന്നാ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരി, നീ പോയില്ല എന്നാണോ? നിനക്ക് പോരാ ഞാൻ പോയി പഞ്ചായത്തിൽ നിൽക്കൂടാ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. നമ്മുടെ നാടിന് മുഴുവൻ അപമാനവും ചീത്തപ്പേരും വരുത്തിവെച്ച ഈ സംഭവം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എല്ലാ കുറ്റങ്ങളും എൻ്റെ പേരിൽ ചാർത്തി വലിയ നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹാർമോണിസ്റ്റുകാരൻ നമ്മുടെ നാടിന് അപമാനമായി സംഭവിച്ച ഈ കാര്യത്തെ ഇവനെ പോലെയുള്ളവരെ കൈവലങ്ങിട്ട് ജയിലിലടയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ ഈ ഗ്രാമത്തിൽ ചില നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രാമത്തലവൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. അളിയ, ഗോപി എത്ര തവണ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. നിങ്ങൾ അവനെ നിർബന്ധിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നുണ്ട്. ഈ ജനക്കൂട്ടത്തൊക്കെ കാണുമ്പോ കരുതി കൂട്ടി ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വൃത്തിയോടൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അളിയൻ വേണമെങ്കിൽ ഇവിടെ നിന്നു. ഇൻസ്പെക്ടർ സാറേ, സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ, ഇതിൽ പെട്ടിരിക്കുന്നത് ഏതോ ഒരുത്തൻ്റെ മോളല്ല, എൻ്റെ മോള്, എൻ്റെ സ്വന്തം മോള്. ഈ കേസിലെ തീർപ്പ് പോലീസ് സ്റ്റേഷന്റെ 4 ചുവരിൻ്റെ ഉള്ളിൽ നടക്കാൻ പാടില്ലെന്ന് ഇൻസ്പെക്ടർ സമ്മതിച്ചത് കൊണ്ടാണ് ഈ കേസിന്റെ തീർപ്പ് ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് നടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ജനങ്ങൾ തന്നെ അവന് നല്ല ഒരു ശിക്ഷ കൽപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എപ്പോഴും നിങ്ങൾ തന്നെയല്ലേ തീർപ്പ് പറയുന്നത്? ഈ പ്രാവശ്യം നിങ്ങൾ തന്നെ പറഞ്ഞു. ഒക്കെ ശരി തന്നെ, പക്ഷെ ഇതെന്റെ മോളുടെ കാര്യമല്ലേ? നിങ്ങളിൽ ഞങ്ങൾക്ക് 100% വിശ്വാസമാണ്. എന്ത് തീരുമാനം വേണമെങ്കിലും ഈ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളും എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെയാണ്. ഒരു പെൺകുട്ടിയെ ഒരുത്തൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വലിയ ഒരു തെറ്റ് തന്നെയാ. അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് 100 ചാട്ടടി വാങ്ങണം. അല്ലെങ്കിൽ എൻ്റെ മോളുടെ കാലെ പിടിച്ച് അവൻ 3 തവണ മാപ്പ് അപേക്ഷിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിന് ജീവൻ പോയാലും ഞാൻ മാപ്പ് ചോദിക്കില്ല. ഓ, അപ്പൊ ചെയ്യാത്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ നിനക്ക് മടിയുണ്ടല്ലേ? എന്നാ പിന്നെ ചെയ്ത തെറ്റിന് ചാട്ടവാറടി വാങ്ങ്. ഏയ്, ചാട്ട കൊടുക്കടാ. ഏയ്, അവനെ പിടിച്ച് കെട്ടടാ. ഈ ഒത്തുതീർപ്പിന് ഞാനായിട്ട് വന്നതെന്നല്ലാതെ എന്നെ ആരും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല. എൻ്റെ സമ്മതത്തോടെ എൻ്റെ നേരത്ത് കൈവയ്ക്കാന്നല്ലാതെ എന്നെ പിടിച്ചു വെച്ച് തല്ലിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ഇപ്പം മുമ്പോട്ട് വരാൻ. മനസ്സിലായല്ലോ?
വല്യമ്മേ വല്യമ്മേ, പഞ്ചായത്തിലെ രാധമ്മ ഗോപിച്ചാണ്ട് ചാട്ടുവാറോട് അടിക്കുക. വേഗം വാ. ശരി, നോക്കാം. ഇപ്പൊ നിന്റെ വാശി കുറഞ്ഞോടി. നിന്റെ പ്രതികാരമൊക്കെ തീർന്നു പോയി. അന്യായമായി തന്നെ 100 ചാട്ടവാറടി അടിച്ച് ഈ നാട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെടുത്തി വിട്ടതിന് 100 വർഷത്തേക്ക് പോലും മറക്കാൻ പറ്റാത്തൊരു ശിക്ഷ ഞാൻ തരുന്നുണ്ട്. You bloody മുത്തശ്ശി. അരുത്, നിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു. നടക്കേണ്ടത് തന്നെയാണ് ഇപ്പൊ നടന്നത്. എന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവാൻ പാടില്ല. എന്നെ കയ്യിൽ നിന്ന് വിട്. താലി നഷ്ടപ്പെട്ടവരുടെ ദുഃഖം നിനക്കറിയില്ല. നമ്മുടെ സമുദായത്തിലെ താലി പൊട്ടിച്ചു കളയുന്നവരോട് ആർക്ക് സഹതാപം ഉണ്ടാവില്ല. ഞാൻ പറയുന്ന കുറച്ച് ശ്രദ്ധയോടെ കേൾക്ക്. അതിനുശേഷം താലി കെട്ടി നടക്കുകയോ താലി പൊട്ടിച്ചു കളയാൻ നിന്റെ ഇഷ്ടം. ഇപ്പൊ നീ നിൽക്കുന്ന സ്ഥലം, ഈ ബംഗ്ലാവ്, ഈ കാറ്, ഈ ആർഭാടം, ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥനാരെന്ന് നിനക്കറിയാമോ? നിന്റെ കഴുത്തിൽ ബലമായി താലി കെട്ടി അയാളില്ലേ, ആ ഗോപി, അയാളാണ്. നീ വിചാരിക്കും പോലെ നിന്റെ അപ്പൻ ജനിച്ചപ്പോഴേ പണക്കാരനല്ലായിരുന്നു. അങ്ങേയറ്റം ഇടത്തരം കുടുംബം പോലും അല്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവൻ പാൽപേട, ശുദ്ധമായ പാലും പഞ്ചസാരയും ചേർന്ന പാൽപേട, പാൽപേട, ശുദ്ധമായ പാലും പഞ്ചസാരയും ചേർന്ന പാൽപേട. കേരള ലോട്ടറി, കേരള ലോട്ടറി, നാളെ നറുക്കെടുക്കുന്ന ലോട്ടറി, കേരള ലോട്ടറി. 10 ലക്ഷം, 10 രൂപക്ക് 10 ലക്ഷം. വരൂ വരൂ, കടന്നു വരൂ, ടിക്കറ്റ് എടുക്കൂ. 10 രൂപക്ക് 10 ലക്ഷം. കേരള ലോട്ടറി. ഭാഗ്യവാന്മാരെ കടന്നു വരൂ, കടന്നു വരൂ. നിങ്ങൾക്ക് 10 രൂപക്ക് 10 ലക്ഷം. ഭാഗ്യവാന്മാരെ കടന്നു വരൂ. കേരള ലോട്ടറി. മാമ, മാമ, കഥക് തുറക്ക് മാമ. മാമ, ഒന്ന് കഥക് തുറക്ക്. വേഗം കഥക് തുറക്ക്. കഥക് തുറക്ക് മാമ. മാമ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചെടുത്ത ടിക്കറ്റിന് 10 ലക്ഷം രൂപ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നു. എന്താടാ പറഞ്ഞേ? 10 ലക്ഷം? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല മാമ. എനിക്കാണ് ടിക്കറ്റിന് പ്രൈസ് അടിച്ചെന്നറിഞ്ഞ് എന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യുമെന്നറിഞ്ഞ് പേടിച്ച് ഓടി ഇങ്ങോട്ട് വന്നതാ മാമ. അളിയാ, ദൈവം അത്ര കഠിന ഹൃദയനൊന്നും അല്ലടാ. നിന്നെ എവിടെയാ വരുത്തേണ്ട അവിടെ തന്നെയാ വരുത്തിയിരിക്കുന്നത്. അന്ന് രാത്രി ദാ സൂരേ. അവൻ പേടിച്ചോടിപ്പോയി. അങ്ങനെ എന്റെ ഏക മകളുടെ കുഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നു. ആ ലോട്ടറി ടിക്കറ്റ് മാറ്റിയെടുത്ത് നിന്റെ അച്ഛൻ ലക്ഷാധിപതിയായി. ഇത് വെച്ചോളൂ. എന്തിനെ? എന്റെ കയ്യിൽ പൈസ വന്നു കഴിയുമ്പോ ഞാൻ വന്ന് എടുത്തോളാം. ഉറപ്പിന് വേണ്ടിയോ? അതിന്റെ ആവശ്യമില്ല. വേണ്ട, എന്റെ സന്തോഷത്തിന്. ഞാൻ വരട്ടെ. ശരി, ആയിക്കോട്ടെ. അയ്യോ, ഇതെന്താ കാണുന്നേ? എന്താ? ഓ, ഇതെന്താ ഇത്? എന്താണ്? സത്യം പറയ്, ഈ ചെയിൻ നിങ്ങളുടേതല്ലെന്ന് എനിക്കറിയാം. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? എങ്ങനെ കിട്ടി? എന്റെ മോൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി പൈസ തന്നുകൊണ്ട് ഞാൻ സത്യം പറയാം. 4 വർഷത്തിനു മുമ്പ് റോഡ് സൈഡിൽ ഒരു പയ്യൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഈ രാത്രി ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതാരുടെ വെച്ച? For more updates, like, comment, subscribe to our channel.